കോഴിക്കോട് നിന്ന് സലാം ചേരുന്നു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സലാം, കോഴിക്കോട് ജില്ലയിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഈ ആദ്യ പകുതി എത്തുമ്പോൾ വോട്ടെടുപ്പ് എല്ലാ ബൂത്തുകളിലും പരമാവധി ആളുകളുണ്ടോ? രാവിലെ തന്നെ കാര്യമായ തിരക്കൊക്കെ പ്രകടമായിരുന്നു. അത് നിഷാദ് ഏതാണ്ട് ഉച്ചയോടടുക്കുമ്പോൾ 50% പോളിംഗ് പെർസെൻറ്റേജ് കടക്കുകയാണ്. ഏതായാലും കനത്ത പോളിംഗ് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലായാലും അതുപോലെ നഗരപ്രദേശങ്ങളിലായാലും കനത്ത പോളിംഗ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഉച്ച സമയത്തും നിരവധി ആളുകളാണ് വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് ചില ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ബൂത്തുകളിലൊക്കെ തന്നെ തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് നാദാപുരത്തെ ഒരു ബൂത്തിലാണ്, AUP സ്കൂൾ എന്ന് പറയുന്ന ബൂത്തിൽ. ഇവിടെ 2 ബൂത്തുകളാണുള്ളത്. ആ ബൂത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായി ആളുകളൊക്കെ തന്നെ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനാകുന്നത്. സ്ത്രീകളൊക്കെ തന്നെ അതിരാവിലെ മുതൽ, അതായത് 7 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചതെങ്കിൽ ആ സമയം മുതൽ ഇതുവരെ വലിയ ഒരു പങ്കാളിത്തം ഇവിടെ കാണാനാകുന്നുണ്ട്. അങ്ങനെ പോളിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. എന്തായാലും പോളിംഗ് ഉച്ചയോടടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് 50% കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വോട്ട് ചെയ്തോ? ചെയ്യാൻ വേണ്ടി ചെയ്തോ? വോട്ട് ചെയ്തോ? ചെയ്യാനിരുന്നതാ. അവർക്കും ഇനി ചെയ്യാനുള്ളവർക്കും വിശ്രമിക്കാനുള്ള വലിയ സൗകര്യം ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് പോളിംഗ് ഒക്കെ? പോളിംഗ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടാണ്. പോളിംഗ് എത്ര ശതമാനമായി? അങ്ങനെ വല്ല കണക്ക്? ഈ ബൂത്തിൽ 350 ആൾക്കാരാണ് ഇതുവരെ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 175 പുരുഷന്മാരും ബാക്കി സ്ത്രീകളും എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു ബൂത്തില് 350ഓളം വോട്ട് ചെയ്തിട്ടുണ്ട്. 12 മണി വരെയുള്ള കണക്കാണ്. പിന്നെ ഒരു ബൂത്തില് 362 വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ നല്ല പോളിംഗ് ആയിരുന്നു. ഇപ്പം കുറച്ച് സമാധാനത്തില് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഒക്കെ ഭംഗിയായിട്ട് സമാധാനത്തിൽ എന്താ പോകുന്നുണ്ട്. വോട്ട് ചെയ്യാനൊരു പ്രായമായൊരു ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ, ഞാൻ വന്നതല്ല, ഇതാ വോട്ട്. എല്ലാ വട്ടം വോട്ട് മുടങ്ങാതെ ചെയ്യാറുണ്ടോ? എല്ലാ തവണയും വോട്ട് മുടങ്ങാതെ ചെയ്യാറുണ്ടോ? എല്ലാം പൊയ്യാറുണ്ട്. കഴിഞ്ഞ ഒരു പരേഡ് വന്നിട്ടായത്. ഇങ്ങോട്ട് വന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഇങ്ങനെ വരുവാനായിക്കില്ല. വരിയാന വണ്ടി കൊണ്ട് വന്നിട്ട് വന്നതാ. നടക്കുവാനാവുന്നില്ല. വോട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷം സന്തോഷായിട്ട്. അങ്ങനെ എല്ലാവരും ഈ ജനാധിപത്യത്തിന്റെ ഉത്സവമായ ഈ വോട്ടെടുപ്പിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി എല്ലാ അവശതകളും മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ നാദാപുരത്തെ AUP സ്കൂളിലും കാണാനാകുന്നത്. അങ്ങനെ വലിയ തിരക്ക് ഉച്ച സമയത്തും ഇങ്ങനെ രാവിലെ തുടങ്ങിയ അതേ തിരക്ക് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലായാലും അതുപോലെ മറ്റു നഗരപ്രദേശങ്ങളിലായാലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലായാലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. വോട്ട് ചെയ്തോ? ഇല്ല. കുറെ തിരക്കുണ്ടായിരുന്നോ? ചെറിയ തിരക്ക്. രാവിലെ മുതലേ തിരക്കില്ലാത്ത സമയം നോക്കിയാണോ? അങ്ങനെയൊന്നല്ല, വന്നപ്പോ തിരക്കായി. ചെറിയ തിരക്കാവുള്ളൂ. തിരക്കുണ്ടോ? ഇല്ല, തിരക്ക് കുറവാ. ഉച്ച സമയത്ത് നമുക്കറിയാം സാധാരണ ഈ ബൂത്തുകളിൽ തിരക്ക് ഒഴിഞ്ഞൊരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമയം നോക്കി തന്നെ വോട്ട് ചെയ്ത് പെട്ടെന്ന് സുഗമമായി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനാകുമെന്നൊരു പ്രതീക്ഷയിലൊക്കെ തന്നെ എത്തിയ ആളുകളും നമുക്കിവിടെ ഈ ബൂത്തുകളിലൊക്കെ തന്നെ കാണാനാകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ പൊതുവെ? നല്ല പോളിംഗ് ആണ്. ഇതുവരെ നല്ല രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളില്ലാത്തൊരു സമയം ഉണ്ടായോ? ഇല്ല. കണ്ടിന്യൂസ് തുടങ്ങിയ മുതലേ ഏകദേശം ഇങ്ങനെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാലത്താണ് തിരക്കുണ്ടായാലും, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒരു തിരക്കായിട്ട് തോന്നിയിട്ടില്ല. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള പെട്ടെന്ന് ഒഴിവാകുന്നുണ്ട്. നല്ല സൗകര്യമുണ്ട് ഇവിടെ. നല്ല പൊതുവെ നല്ല തെരഞ്ഞെടുപ്പ് പോളിംഗ് ആയിരുന്നു. എല്ലാവർക്കും നല്ല ആവേശമുള്ളത് വോട്ട് ചെയ്യാനുള്ള. പിന്നെ എല്ലാ വോട്ടർമാർക്കും ഞങ്ങൾ ജുമാ ക്യാമ്പസിന്റെ ആൾക്കാരാണ്. ഇവിടെ ബൂത്ത് സന്ദർശിക്കാൻ വന്നതാണ്. പൊതുവെ നല്ല വോട്ടാണ്. എവിടെയുമുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നല്ല ആവേശമാണ് വോട്ട് ചെയ്യാൻ. ഇന്നലെ വന്നതാ, വോട്ട് ചെയ്യാനായിട്ട് തന്നെ വന്നതാ. ഗൾഫിൽ നിന്ന് ഞാൻ ഇന്നലെ വന്നതാ. പിന്നെ ഏകദേശം ഒരു 35,000 റുപ്യോളം ചെലവാക്കി വന്നതാ. വോട്ട് ചെയ്യാനായിട്ട് തന്നെ വന്നതാ. ഏതായാലും നമ്മളെ സമ്മതം ദുബായിന്ന് വന്നത്. നമ്മളെ വാർഡ് പിന്നെ ചിക്കാട് പഞ്ചായത്തിലാണ്.
ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വന്നത്. ഏതായാലും എല്ലാവരുടെയും നല്ല റെസ്പോണ്ടാണ്. മോശമില്ലാത്ത രീതിയിൽ എല്ലാവരും നല്ല സമാധാനപരമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട്. ഒരുപാട് ബൂത്ത് സന്ദർശിച്ചു. വോട്ട് ചെയ്യാനായി ദുബായിൽ നിന്ന് വന്ന ആളുകളാണത്. അവർ ഈ വോട്ട് ചെയ്തതിന് മാത്രമായി ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്ന് വോട്ട് ചെയ്തതുപോലെ തിരിച്ചു മടങ്ങും. തിരിച്ച് ഒരാഴ്ച കൊണ്ട് മടങ്ങും. അങ്ങനെ ആ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ദുബായിൽ നിന്നും ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തിയ ആളുകളാണ്.